all. അപ്പോൾ ഇന്ന് മിസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫങ്ഷൻ ന്യൂമറിക്കൽ ആണ്. ഇത് എന്നോട് ആരോണ്ടൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിസ് ഇത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം ന്യൂമറിക്കൽ ചെയ്യാൻ പോകുന്നത്, അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. റൈറ്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം ആൻഡ് ഒബ്റ്റെയിൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ ഞാനൊരു മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റം ആണെന്ന് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? യൂസിങ് ദാറ്റ് കമ്പണൻസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റൻ അല്ലെ. കമ്പണൻസ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതിൽ നിന്ന് അത് മെക്കാനിക്കൽ റൊട്ടേഷൻ ആണോ മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ ആണോ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താണ്? ജെ ആണ് തന്നിട്ടുള്ളത്. ജെ റെപ്രസെന്റ്സ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ കമ്പണന്റ് ആൻഡ് ടി റെപ്രസെന്റ്സ് വാട്ട്? ടോർക്ക്, റൊട്ടേഷൻ, ടേണിംഗ് ഓർ ദ ട്വിസ്റ്റിംഗ് മൊമെന്റ് ഓഫ് എ ഫോഴ്സ് അബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിൽ നിന്ന് ടേൺ ചെയ്യുന്ന അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയാ. ഹിയർ ഇറ്റ് ഇസ് ടോർക്ക് ഇസ് ഗിവൺ. ദ അപ്ലൈഡ് ടോർക്ക് ഇൻ ദ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കമ്പണന്റ് J1 അവിടെ കൊടുത്തിട്ടുണ്ട്. Then a സ്പ്രിങ്ങും ഡാഷ്പോർട്ടും സെയിം തന്നെയാണ്. എന്താ ബേസ്ഡ് ഓൺ മറ്റേ ട്രാൻസ്ലേഷൻ സിസ്റ്റത്തിൽ പറയുമ്പോൾ സ്പ്രിങ്, ഡാഷ്പോർട്ട്, മാസ് കമ്പണന്റ്. ഇവിടെ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഡാഷ്പോർട്ട്, സ്പ്രിങ്. ഡാഷ്പോർട്ടും സ്പ്രിങ്ങും ചേഞ്ച് ഇല്ല. എന്താ ചേഞ്ച് ഉള്ളത്? ആ മാസ് കമ്പണന്റും ഇവിടെ എന്താ വരുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ കമ്പണന്റും. ദെൻ അവിടെ അപ്ലൈഡ് ഫോഴ്സ് ആണ്, മീൻസ് ട്രാൻസ്ലേഷൻ അല്ലേ, ജസ്റ്റ് ഒരു മൂവ്മെന്റ് അല്ലേ. അപ്പൊ ട്രാൻസ്ലേഷണൽ ഫോഴ്സ് ആണ്. ഇവിടെ എന്ന് പറയുന്നത് ടോർക്കാണ്. ആൻഡ് അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എക്സ് എടുക്കുന്നു, ഇവിടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് എടുക്കുന്നു. വൺ സൈഡിൽ തീറ്റ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇവിടെ നമ്മുടെ സെക്കൻഡ് സൈഡിൽ നമുക്ക് തീറ്റ എന്നുള്ള എന്ത് തന്നിട്ടുണ്ട്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. പക്ഷെ രണ്ടിടത്ത് നമുക്ക് വേണമല്ലോ, അവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് നമ്മൾ ഒരെണ്ണം അസൈൻ ചെയ്താൽ മതി. ഇവിടെ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവിടെ എനിക്ക് തീറ്റ 1 എന്ന് വേണമെങ്കിൽ എടുക്കാം. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്? എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന പോലെ കൺസിഡർ ഫസ്റ്റ് എന്താ എടുക്കാനുള്ള? കൺസിഡർ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കമ്പണന്റ് 1. അതായത് J1 എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇത് പക്ക ട്രാൻസ്ലേഷൻ സിസ്റ്റം ചെയ്തത് പോലാണ് ഈ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇലക്ട്രിക്കൽ അനലോഗിയാ. അത് ഈ റൊട്ടേഷൻ സിസ്റ്റത്തിന്റെ ഇലക്ട്രിക്കൽ അനലോഗി ഞാൻ ഉടനെ തന്നെ ചെയ്യാം. ഇതിപ്പോ നോർമൽ നമ്മൾ ട്രാൻസ്ഫങ്ഷനിലേക്കാ പോകുന്നത്, കൺവേർഷൻ അല്ല കേട്ടോ. ഇങ്ങനെ വരയ്ക്കാനുള്ള എന്തൊക്കെയുണ്ട്? അപ്ലൈഡ് ടോർക്ക് ഒരു ഡയറക്ഷനിലുണ്ട്, അതായത് ഇൻപുട്ട് ഒരു ഡയറക്ഷൻ ഉണ്ട്. അവിടെ തന്നെ അതേ സെയിം ഡയറക്ഷൻ നമുക്കൊരു എന്ത് കൊടുക്കാം? അസൈൻ ചെയ്യുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കാം. പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അപ്ലൈഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഓപ്പോസിഷൻസ് അല്ല. അപ്പൊ T_J1 എന്നുള്ള അപ്പൊ ഒരു T_J1 വരും. ദെൻ എന്താ ഉള്ളത്? സ്പ്രിങ് TK which is common for both the moment of inertia components. അപ്പൊ ഇനി നമുക്ക് ഇക്വേഷൻസ് എഴുതാം. ആദ്യം എന്താ വരെ? T_J1 ഉം TK യും എഴുതി കാണിക്കാം. ദെൻ ടോട്ടൽ ഫോഴ്സ് എഴുതാം. T_J1 is equal to J1 into d square theta 1 by dt square. അല്ലേ? Moment of inertia which is directly proportional to the angular acceleration. അവിടെ mass component which is directly proportional to acceleration ആണെങ്കിൽ ഇവിടെ angular വരും, അത്രേ ഉള്ളൂ. അപ്പൊ d square theta 1 by dt square and Tk. K is fed to both the moment of inertia components. അപ്പൊ Tk എന്ന് പറയുന്നത് K into നമ്മൾ ആദ്യത്തെ നമ്മൾ അസൈൻ ചെയ്തത് θ1 ഉം മറ്റേത് ഓൾറെഡി ഗിവൺ തീറ്റ ആയി. K into θ1 minus θ എന്ന് എഴുതിയല്ലോ. ഇനി ടോട്ടൽ ഇക്വേഷൻ എന്താ? അപ്ലൈഡ് ടോർക്ക് is equal to opposing. T is equal to T_J1 plus Tk. That is T is equal to J1 into d square θ1 by dt square plus K into θ1 minus θ. ക്ലിയർ ആണോ? θ1 minus θ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇപ്പൊ നമ്മളിനി ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതാൻ പോവാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തെന്ന് കിട്ടും? ടിയുടെ ലാപ്ലേസ് T of S ആണോ? ടിയുടെ ലാപ്ലേസ് T of S ആൻഡ് J1 into d square theta 1 by dt സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് J1 into S square theta 1 of S കിട്ടിയില്ലേ? J1 into S square theta 1 of S plus K theta 1 of S minus K theta of S. ഓക്കെ ആണ്.
minus k theta of s. This is equation number 1. നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് എഴുതിക്കോ. ബിക്കോസ് j1 into d square theta 1 by dt square plus k theta 1 minus k theta. ഇത് വേണമെങ്കിൽ സ്പ്ലിറ്റ് എഴുതിക്കോ. അത് കഴിഞ്ഞിട്ട് ലാപ്ലേസ് എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. ടേക്കിംഗ് ലാപ്ലേസ് എടുത്തിട്ട് അത് എഴുതിയാൽ മതി. ഓക്കെ ആണോ? ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? കൺസിഡർ ദി സെക്കൻഡ് ഇനേർഷ്യ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കമ്പോണന്റ്. കൺസിഡർ J2 കൺസിഡർ ചെയ്യുക. J2ന്റെ പിക്ചർ ഞാൻ ഈ സൈഡിലേക്ക് വരയ്ക്കുവാണ്. J2 കൊടുത്തിട്ടുണ്ട്. തീറ്റ ഓൾവേസ് ബീങ് ഇൻ ഡൗൺവേർഡ് ഡിറക്ഷൻ. അപ്പോ എന്തൊക്കെ വരാം? Tj2 വരാം, Tk വരാം നല്ല വരും. ഇവിടെ കെയും ബിയും ഉണ്ടല്ലോ, പിന്നെ Tjയും ഉണ്ട്, ഇവിടെ Tb ഉണ്ട്. ഓക്കെ, Tb ഉണ്ട്. ടോട്ടൽ ഫോഴ്സ്, സം ഓഫ് ദ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്ലൈഡ് ഫോഴ്സ് ഇല്ല. അപ്പൊ 0 is equal to Tj2 plus Tb plus Tk. J2 എന്ന് പറയുന്നത് നമുക്ക് ആലോചിച്ച് എഴുതാലോ. J2 എന്ന് പറയുന്നത് എന്താണ്? Tj2 എന്താ? J2 into d square തീറ്റ അല്ലേ കൊടുത്തേക്കുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ d square തീറ്റ ബൈ dt square plus b into d theta by dt plus k into theta minus theta 1. Okay, then taking Laplace transform is equal to 0. Taking LT, Laplace transform, that is 0 is equal to J2 into S square theta of S. അവിടെ നമുക്ക് theta 1 of S ആയിരുന്നു. Theta of S plus B S theta of S, first derivative ആയിട്ട് S മതി, plus K theta of S minus K theta 1 of S. ആണല്ലോ. This is equation number 2. Okay, this is equation number 2. ഇത്രയും കിട്ടിയോ? ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ is defined as, എന്താണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുന്നത്? Defined as the Laplace transform of output to the Laplace transform of input ആണ്. എന്താ ലാപ്ലേസ് ഓഫ് ഔട്ട്പുട്ട്? അതായത് നമ്മൾ എഫിഷ്യൻസി പറയുന്ന പോലെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നതാണ് എഫിഷ്യൻസി എന്ന് പറയാ അല്ലെ. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ് ഫംഗ്ഷൻ പറയുമ്പം എന്താ ഔട്ട്പുട്ടിന്റെ ഇൻപുട്ടിന്റെ ഇൻ ടേംസ് ഓഫ് ലാപ്ലേസ് പറഞ്ഞാൽ മതി. ഓക്കെ, ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻ ടേംസ് ഓഫ് ലാപ്ലേസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓർ ട്രാൻസ് ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടും ഇൻപുട്ടും ഉള്ള ഇക്വേഷൻ ഏതാ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 2 എന്തില്ല? ഇൻപുട്ട് ഇല്ല. ഇൻപുട്ട് ഉള്ളത് എവിടെ മാത്രമാണ്? ഇക്വേഷൻ നമ്പർ 1 ബിക്കോസ് T of S എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പൊ ആ ഇക്വേഷനിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാമോ? ഇവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ 1 of S ഉം തീറ്റ 1 of S തീറ്റ ഓഫ് എസ്. അപ്പോ നമ്മുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടേംസ് രണ്ടെണ്ണമായിട്ട് കിടപ്പുണ്ട്. തീറ്റ 1ലും തീറ്റയിലും കിടപ്പുണ്ട്. അങ്ങനെ രണ്ടെണ്ണം വിട്ടിട്ട് നമുക്ക് ട്രാൻസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ടേം ആവണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് ഇല്ലാത്ത ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഐദർ തീറ്റ ഓഫ് എസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ തീറ്റ 1 of S നിങ്ങൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് കോമൺ എടുത്ത് മാറ്റി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ് ഫംഗ്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ തീറ്റ ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ ഓഫ് എസ് ട്രാൻസ് ഫംഗ്ഷൻ ഞാനിപ്പോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് തീറ്റ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ടി ഓഫ് എസ്. ബിക്കോസ് ഇവിടെ നമുക്ക് തീറ്റ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്ന ഒരേ ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് ഞാൻ തീറ്റ ഓഫ് എസ് ബൈ ടി ഓഫ് എസ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോ അങ്ങനെ തീറ്റ ഓഫ് എസിൽ കിട്ടണമെങ്കിൽ ഈ തീറ്റ 1 ഈ തന്നിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷനിലുള്ള തീറ്റ 1ഉം ഇൻ ടേംസ് ഓഫ് തീറ്റയിലോട്ട് മാറണം അല്ലേ? ഈ തന്നിട്ടുള്ള തീറ്റ 1 എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് തീറ്റയിലോട്ട് മാറണം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ തീറ്റ 1 കണ്ടുപിടിക്കണം. ഇവിടുന്ന് ഫ്രം ദ ഇക്വേഷൻ 2 തീറ്റ 1 കണ്ടുപിടിക്കാൻ ഈസി ആക്കാം. ബിക്കോസ് ബാക്കി എല്ലാം തീറ്റയാ, ഇവിടെ മാത്രം ഒരു തീറ്റ 1 ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രം ഇക്വേഷൻ 2 0 ഇക്വേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് J2 S square തീറ്റ ഓഫ് S പ്ലസ് BS തീറ്റ ഓഫ് S plus k theta of S is equal to k into theta 1 of S.
കിട്ടിയോ? is equal to theta 1 of s. That means ഇവിടെ നിന്ന് എനിക്ക് theta 1 of s എടുക്കാൻ പാടില്ലേ? is equal to theta 1 of s അല്ലേ? കാണാലോ, equal to theta 1 of s അല്ലേ? അപ്പൊ ഈ theta 1 of s എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? j2s square theta of s plus bs theta of s plus k theta of s divided by k. ഡിവൈഡ് ബൈ കെ കൊടുത്താൽ എന്തായി? തീറ്റ 1 ഓഫ് എസ് ആയി. ഇനി ഞാൻ ഇതങ്ങ് മായ്ക്കുവാണേ, നമുക്ക് ഈ പിക്ചർ വേണ്ട, ഇതൊന്നും വേണ്ട. തീറ്റ 1 ഓഫ് എസ് ഇസ് ഈക്വൽ ടു j2s സ്ക്വയർ തീറ്റ ഓഫ് എസ് പ്ലസ് bs തീറ്റ ഓഫ് എസ് പ്ലസ് k തീറ്റ ഓഫ് എസ് ഡിവൈഡഡ് ബൈ കെ. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ന്യൂമറേറ്ററിലെ എല്ലാ ടേംസും തീറ്റയാ, അതിനെ ഞാൻ ഇങ്ങ് കോമൺ ആക്കി എഴുതും. ദാറ്റ് ഈസ് തീറ്റ ഓഫ് എസ് ഇൻറ്റു j2s സ്ക്വയർ പ്ലസ് bs പ്ലസ് k ഡിവൈഡഡ് ബൈ k വിച്ച് ഇസ് തീറ്റ 1 ഓഫ് എസ് ആണല്ലോ. ഇത് തീറ്റ 1 ഓഫ് എസ് കിട്ടി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങോട്ട് എഴുതിയിട്ട് ആ തീറ്റ 1ന് അതിനകത്തുള്ള തീറ്റ 1ന് ഇതിനെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നോക്കാം. ഇപ്പൊ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് അഗെയിൻ ഞാൻ തീറ്റ 1 കോമൺ എടുക്കാൻ പോവാ. തീറ്റ 1 ഓഫ് എസ് ഇസ് ഈക്വൽ ടു j1s സ്ക്വയർ മൈനസ് കെ എന്ന് കിട്ടി. മൈനസ് കെ തീറ്റ ഓഫ് എസ് ആണല്ലോ. അതില് ഈ തീറ്റ 1 ഓഫ് എസിന് ഇത് ഇക്വേഷൻ നമ്പർ 3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റ 1 ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ എബവ് ഇക്വേഷൻ. നിങ്ങൾ വേണമെങ്കിൽ നമ്പർ കൊടുത്തോ, ഞാൻ നമ്പർ കൊടുത്തിട്ടില്ല. ഇൻ എബവ് ഇക്വേഷൻ കൊടുക്കുമ്പോൾ തീറ്റ 1ന് നമുക്ക് എന്തെന്ന് കിട്ടും? തീറ്റ ഓഫ് എസ് ഇൻറ്റു ഇത് മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇത് മൾട്ടിപ്ലൈ ആവും. j2s സ്ക്വയർ പ്ലസ് bs പ്ലസ് k ഹോൾ ഡിവൈഡ് ബൈ k ഇൻറ്റു j1s സ്ക്വയർ മൈനസ് k. കിട്ടിയോ? മൈനസ് ഓഫ് k തീറ്റ ഓഫ് എസ് മൈനസ് ഓഫ് k തീറ്റ ഓഫ് എസ്. ഇനി എന്ത് ചെയ്യണം? ഫുള്ള് മാറ്റി LCM ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ k ഉണ്ട്, ആ k കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് തീറ്റ ഓഫ് എസ് ഇൻറ്റു, കാണാമോ? തീറ്റ ഓഫ് എസ് ഇൻറ്റു j2s സ്ക്വയർ പ്ലസ് bs പ്ലസ് k ഇൻറ്റു j1s സ്ക്വയർ മൈനസ് k മൈനസ് ഈ രണ്ട് k കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k സ്ക്വയർ തീറ്റ ഓഫ് എസ് ഡിവൈഡ് ബൈ k ഇസ് ഈക്വൽ ടു എന്താ? ടി ഓഫ് എസ് ഈക്വൽ ടു ടി ഓഫ് എസ് ആണല്ലോ. ഇവിടെയും തീറ്റ ഓഫ് എസ് ആണ്, അവിടെയും തീറ്റ ഓഫ് എസ് ആണ്. അപ്പൊ രണ്ട് ടേംസും മൊത്തം ടേം ഇൻ ടേംസ് ഓഫ് തീറ്റ ഓഫ് എസ് ആയതുകൊണ്ട് ഇനി നമ്മൾ കോമൺ എടുത്താൽ മാത്രം മതിയല്ലോ. നോക്കാം എങ്ങനെയാന്ന്. ഇന്ന് എന്താ ചെയ്യാൻ പോണേ? ഈ രണ്ട് തീറ്റ ഓഫ് ഞാൻ തീറ്റ ഓഫ് എസും കോമൺ പോലെ എഴുതാൻ പോവാ. ദാറ്റ് ഈസ് ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് എസ് ഇൻറ്റു ഒരു വലിയ ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ j2s സ്ക്വയർ പ്ലസ് bs പ്ലസ് k ഇൻറ്റു j1s സ്ക്വയർ മൈനസ് k j1s സ്ക്വയർ മൈനസ് k മൈനസ് k സ്ക്വയർ അല്ലെ, ഡിവൈഡഡ് ബൈ k. ഇത്രയും കിട്ടിയോ? ഡിവൈഡ് ബൈ k ഇങ്ങനെ കിട്ടും. ഇനി ഇതിൽ നിന്ന് എന്താണ്? നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ is defined as the Laplace of output by Laplace of input. തീറ്റ ഓഫ് എസ് ബൈ ടി ഓഫ് എസ് എന്ന് വേണം എടുക്കാൻ. അല്ലാണ്ട് ടി ഓഫ് എസ് ബൈ തീറ്റ ഓഫ് എസ് അല്ല, തീറ്റ ഓഫ് എസ് ബൈ ടി ഓഫ് എസ് എന്നാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് ടി ഓഫ് എസ് ഇതിനെ നമുക്ക് ഞാൻ ഇങ്ങനെ എഴുതി കാണിക്കാം. k ഇൻറ്റു ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്തായി? തീറ്റ ഓഫ് എസ് ഇൻറ്റു നമ്മുടെ ആ വലിയ ടേമില്ലേ, ഈ ടേമിനെ കിട്ടും. ബിക്കോസ് ഈ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന കേനെ ഞാൻ ഇക്വേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് തീറ്റ ഓഫ് എസ് ബൈ ടി ഓഫ് എസ് എന്തെന്ന് കിട്ടും? ക്രോസ് എഴുതിയാൽ മതി. കെയുടെ കൂടെ ഉള്ളത് ഇങ്ങോട്ട് എഴുതുക, സോറി ടിയുടെ കൂടെ ഉള്ളത് ന്യൂമറേറ്റർ എഴുതുക, തീറ്റയുടെ കൂടെ ഉള്ളത് ഡിനോമിനേറ്റർ എഴുതുക. j2s സ്ക്വയർ പ്ലസ് bs പ്ലസ് k ഇൻറ്റു j1s സ്ക്വയർ മൈനസ് k മൈനസ് k സ്ക്വയർ.
ഓക്കെ ആണോ? ഇത്രയാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതിപ്പോ തീറ്റ ഓഫ് എസ് ബൈ ടി ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മിസ് ഇന്ന് ഇപ്പോൾ ചെയ്തത് മെക്കാനിക്കൽ റൊട്ടേഷണൽ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ന്യൂമറിക്കൽ ആണ്. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മൊറൽസ് നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി, ഞാൻ ആൻസർ ചെയ്ത് തരുന്നതാണ്. ദെൻ താങ്ക് യു.